അങ്ങനെ ഫൈനലി കന്യാകുമാരിയിലെത്തി. പക്ഷേ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അതായത് ഇവിടുത്തെ ബോട്ട് സർവീസ് ടു വിവേകാനന്ദ റോക്ക്, ഗ്ലാസ് ബ്രിഡ്ജ്, ഇതെല്ലാം ലാസ്റ്റ് സർവീസ് നടക്കാൻ പോകണം. ഇനി നിൽക്കാൻ സമയമില്ല, ഓടാൻ പോവാണ്. ഡ്രസ് ചേഞ്ചിനോ അത് വേറൊരു എപ്പിസോഡിലേക്ക് ആക്കാനോ ഒന്നും ഉള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വിവേകാനന്ദ റോക്കിലേക്കുള്ള ബോട്ട് സർവീസിൽ കയറിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. നല്ലൊരു ക്യൂ ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ക്യൂ. അത് എടുത്തു പറയണം, കണ്ടിന്യൂസ് ആയിട്ട് എത്ര ആൾക്കാരാണെന്നറിയോ, ഭയങ്കര വലിയ ക്യൂ ആണ്. പക്ഷേ ഭാഗ്യത്തിന് നമുക്കും കൂടി അതിനകത്ത് കയറാൻ പറ്റും. അതുകൊണ്ടാണ് ക്യൂവിലേക്ക് കയറ്റി വിട്ടു, ടിക്കറ്റ് എടുത്തു. അല്ലായിരുന്നെങ്കിൽ ഇത് മിസ്സാവേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഇത് മിസ് ചെയ്താൽ വളരെ വലിയൊരു നഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇനി വിശേഷങ്ങളൊക്കെ വിവേകാനന്ദ റോക്കിൻ്റെയും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കന്യാകുമാരിയുടെ വ്യൂസ് എല്ലാം കാണാം. ഒരു സൈഡിൽ കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രം, കടൽ, പിന്നെ തിരുവള്ളുവർ സ്റ്റാച്യു കാണുന്നുണ്ടല്ലോ നേരെ. ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ നിന്നാണ്, ആ വിവേകാനന്ദ റോക്ക് ടു തിരുവള്ളുവർ സ്റ്റാച്യു, ആ സ്റ്റാച്യു വരെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. പക്ഷേ നമ്മളെ വിവേകാനന്ദ റോക്കിൻ്റെ ആ ഭാഗം വരെ, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഭാഗം വരെ ബോട്ടിലാണ് കൊണ്ടുപോകുന്നത്. അതിനാണ് ഈ ക്യൂ. ഈ സൈഡിൽ ഒരു പള്ളിയുണ്ട്, അവിടെയൊക്കെ ഉള്ള കംപ്ലീറ്റ് ഹോട്ടൽസ്, അത് ഇത് ഫിഷിങ്, ഇതിവിടെ എല്ലാം ബോട്ട് സർവീസിൻ്റെ ബോട്ട്സ്. ഇതാ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ നിന്ന് കാണുന്നത്. ഓ എൻ്റെ ദൈവമേ, അവിടെ ആൾക്കാർ. ആ സ്റ്റാച്യു നോക്കൂ, തിരുവള്ളുവർ സ്റ്റാച്യു ഉണ്ട്, അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുവാണ്. ഇനി ബോട്ടിൽ കയറ്റിയിട്ടാണ് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. ജാക്കറ്റ് ഇടണം, ജാക്കറ്റ്, ലൈഫ് ജാക്കറ്റ് ഇടണം, ലൈഫ് ജാക്കറ്റ് കമ്പൽസറി. നമ്മളിപ്പോൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് തിരുവള്ളുവർ സ്റ്റാച്യു, ദാറ്റ്സ് എ ഗ്ലാസ് ബ്രിഡ്ജ്. ഒരു അൺട്രൂളി ക്രൗഡാണ് കേട്ടോ, രക്ഷയില്ല. ₹30 ടിക്കറ്റാണ്. വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിൽ കയറണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ നിന്നാണ് തിരുവള്ളുവർ റോക്കിലേക്ക് ഗ്ലാസ് ബ്രിഡ്ജ് വഴി പോകുന്നത്. ടിക്കറ്റ് അവിടെ ഗൂഗിൾ പേ ഉണ്ട്. ബാക്കി സ്ഥലത്തൊന്നും ടിക്കറ്റ് എടുക്കുമ്പോൾ പൈസ കൊണ്ടുവരണം, ഗൂഗിൾ പേ ഇല്ല. ഓക്കെ, നമ്മൾ ഇവിടെയൊക്കെയുള്ള ആ ടിക്കറ്റ് എടുക്കുമ്പോൾ ₹100 ടിക്കറ്റ് ക്യാഷ് തന്നെ കൊടുക്കണം. ഈ സൈഡിലേക്ക് മേളിലേക്ക് പോകുന്നവർ, അപ്പുറത്തെ സൈഡിൽ കൂടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ബോട്ടിലേക്ക് പോകുന്ന ആൾക്കാർ. ഓ, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത് മാനേജ് ചെയ്യുന്നതന്നെ വലിയ പാടല്ലേ. കടൽ. ദിസ് ഈസ് വിവേകാനന്ദ മെമ്മോറിയൽ റോക്ക്. ചെരുപ്പ് നമ്മളവിടെ ഇട്ടിട്ട് ഇതുവഴി മേളിലേക്ക് കയറണം. ഓ, പണ്ടൊക്കെ നമ്മൾ ബോട്ടിൽ കയറി വിവേകാനന്ദ റോക്ക് കാണാൻ വന്നിട്ടില്ലേ സ്കൂൾ ഡേയ്സിലൊക്കെ, അതൊക്കെ ഓർമ്മ വരുന്നു. ഇപ്പോൾ ഇങ്ങനെയായി. ഇനി ഇവിടുന്ന് തിരുവള്ളുവർ സ്റ്റാച്യൂടെ അവിടേക്ക് നമുക്ക് നടന്നു പോകാം. വാവ്, വാട്ട് എ വ്യൂ. കന്യാകുമാരിയുടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ, ചുറ്റോട് ചുറ്റും മലനിരകളും ഒക്കെ ആയിട്ട് ഒരു സൈഡിൽ. ഈ സൈഡിലൊക്കെ ദേ കാണാമല്ലോ മലനിരകൾ, മേഘം, കടൽ, പള്ളി, ഹോട്ടൽസ് എല്ലാം. സോ ബ്യൂട്ടിഫുൾ. ടെമ്പിൾ ആ സൈഡിൽ. കാറ്റെന്നെ പറത്തിക്കൊണ്ട് പോകുന്നു. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ഐറ്റംസ് ആർ നോട്ട് അലൗഡ് ഓൺ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. അതുണ്ടെങ്കിൽ കണ്ടു കിട്ടും. അതൊക്കെ കെയർഫുൾ, പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരരുത്. ഇവിടെ മെഡിറ്റേഷൻ ഹാളൊക്കെ ഉണ്ട് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേയും കൂടിയാണേ, ഒന്നര തിരക്ക്. ശ്രീപാദ മണ്ഡപമാണ് ഇവിടെ, സഭാമണ്ഡപമാണ് അവിടെ. അകത്തെല്ലാം പോയി നമുക്ക് പ്രാർത്ഥിക്കാം. മെഡിറ്റേഷൻ സ്ഥലമുണ്ട്, അങ്ങോട്ട് കയറി പോയാൽ. ഇൻസൈഡൊന്നും ക്യാമറ അലൗഡ് ആയിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് നടന്ന് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാം. ഇത്രയേ ഉള്ളൂ. ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊരു ചെറിയൊരു പോർഷനാണ് കേട്ടോ.
ഇവിടെ നിന്നിട്ട് അവിടെ വരെ ഉള്ളൊരു കണക്റ്റിംഗ് ബ്രിഡ്ജ്. ഇറ്റ്സ് എ വെരി സ്മോൾ ഏരിയ. പക്ഷെ കാണുമ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ അതൊരു വേറൊരു ലെവലാണ്. 2 ഇമ്പോർട്ടൻറ്റ് മോണ്യുമെൻറ്റ്സിനെ, അതായത് വിവേകാനന്ദ മെമ്മോറിയൽ റോക്ക് ആൻഡ് തിരുവള്ളുവർ സ്റ്റാച്ചു. പണ്ട് കണക്റ്റഡ് അല്ലല്ലോ, ബോട്ടിൽ പോകണം. അതിന് പകരം ഇപ്പോൾ നടന്നു പോകാം. ആ തിരുവള്ളുവർ സ്റ്റാച്ചുയുടെ താഴെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ. അവർ ഇവിടെ നോക്കുമ്പോൾ പിഗ്മീസിനെ പോലെ തോന്നും, ചെറിയ ചെറിയ ആൾക്കാർ. പക്ഷേ ആ സ്റ്റാച്ചു അത്രയും വലുതാണ്. ഈ ഭാഗത്തൊക്കെ വെറുതെ ഇരിക്കാനും നല്ല രസമാണ് കേട്ടോ. വെറുതെ ഇരിക്കാം. കുറേ ആൾക്കാർ ആ മണ്ഡപങ്ങളുടെയൊക്കെ സൈഡിലായിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കും. സോ നൈസ്. ക്ലോസിങ്, അയ്യോ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസിങ് ടൈം ആകും. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കാലെടുത്ത് വെക്കുന്നു. കടൽ കാണാം, താഴേക്ക് നോക്കിക്കോളൂ. കടലിൻ്റെ മുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള സീ ആട്ടോ. വാവ്, പാറക്കൂട്ടങ്ങൾ കണ്ടുകൊണ്ട് പോവാം. കടലിൻ്റെ മുകളിലൂടെ ഗ്ലാസ് ബ്രിഡ്ജ് നടത്തും. വാവ്, ഗ്ലാസ് ബ്രിഡ്ജ്. പക്ഷേ കുറച്ച് സ്ഥലമാണെങ്കിലും സോ ബ്യൂട്ടിഫുൾ, സച്ച് എ ലവ്ലി. ക്ലോസിങ് ടൈം ആകുന്നുണ്ട്. പെട്ടെന്ന് സ്റ്റാച്യു ഓഫ് വിസ്ഡമാണ് ആൾക്കാരൊക്കെ നിൽക്കുന്നല്ലോ. അപ്പോൾ ഓടി കയറാം, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലോസ് ചെയ്യാറായി. അങ്ങനെ വിവേകാനന്ദ മെമ്മോറിയലിൽ നിന്നും ഗ്ലാസ് ബ്രിഡ്ജ് വഴി ഇതേ ഇവിടെ എത്തി ണ്ടല്ലോ. ഇതൊരു വല്ലാത്തൊരു മൊമെൻ്റാണ്. ഭയങ്കര സന്തോഷം തോന്നുന്നൊരു സമയം. നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജ് നടന്നു എന്ത് രസമായിരുന്നു. ഈ അടിയിൽ പോണ കാണാം കടൽ. അതിന് മേലെ കൂടെ നടന്നു വരുന്നുള്ളൂ. ഇത് ഏറ്റവും വലിയ തിരുവള്ളുവർ സ്റ്റാച്ചു. രാത്രി ആകുമ്പോൾ ഇവിടെ ലൈറ്റ്സൊക്കെ വന്ന് ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് തോന്നുന്നു. ഭയങ്കര. ഇവിടെ ഇപ്പോൾ ക്ലോസിങ് ടൈം. എല്ലാവരും ഹറിബറി ആയിപ്പോയി, അത് മാത്രമേ ഉള്ളൊരു വിഷമം. തിരുവള്ളുവർ സ്റ്റാച്ചുയുടെ ഒരു ഹൈറ്റ് സൈസ് സോ ബിഗ്. ഇത് വലുതാന്ന് നോക്കിയേ. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. സമയം ക്ലോസിങ് ടൈമും ആയി ഓൾമോസ്റ്റ്. നമ്മൾ കുറച്ച് ഡിസിപ്ലിനുള്ള കൂട്ടത്തിലാണ്. നമ്മൾ കറക്റ്റ് ടൈമിന് ഇറങ്ങും. ഇനി തിരിച്ചു പോകുന്ന ഇതേ പ്രൊസീജിയറാണ് കേട്ടോ. ബോട്ട് ജെട്ടിയുടെ അവിടെ പോയി നിന്ന് ക്യൂ നിന്ന് ബോട്ടിൽ കയറി തിരിച്ച് ലാൻഡിലെത്തും. കുറച്ച് ക്ഷമ വേണം, പക്ഷേ വർത്ത് ഇറ്റ്. വന്നു കഴിയുമ്പോൾ നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ. ആൾക്കാരെല്ലാം ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ അത് ഇതിൻ്റെ ദൈവം എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ കോസ്റ്റ്യൂം വേറൊരു വീഡിയോയുടെ ഭാഗമായിട്ടാണ്. കാര്യം ഇത് ഞാൻ വന്ന ഉടനെ ഓടി കയറിയതാണ്. കാരണം ഡ്രസ് ചേഞ്ചിനൊന്നും ഉള്ള സമയമില്ല. എൻ്റെ ഗ്ലാസ് എല്ലാം എന്താ പറയുക മിസ്റ്റിയായി. കാര്യം ഉപ്പുവെള്ളത്തിൻ്റെ ഒരു വേപ്പർ.
ഇവിടെ നിന്ന് ഇരുന്നില്ല എന്ന് വേണ്ട, അതേ നോക്കിയാൽ നമ്മൾ വിവേകാനന്ദ ഹാളിൻ്റെ വെളിയിലിരിക്കുവാണ്. ഓക്കെ, എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പക്ഷേ ഇന്നെല്ലാം ഒരു ഹറിബറി ആയി എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ വന്നപ്പോൾ താമസിച്ചു, ഇന്ന് സൺഡേ ആണ്, നേരത്തെ അടയ്ക്കും എന്ന് പറഞ്ഞു. എന്തായാലും കാര്യം നടന്നു, ഓടിച്ചാടി ബഹളമൊക്കെ. ഓക്കെ, ഇനിയാണ് ശരിക്കും കന്യാകുമാരി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഓ, എന്തൊരു പീസ്ഫുൾ പ്ലേസ്. ഇവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ അകത്ത് പോകേണ്ട ആവശ്യം പോലും ഇല്ല, ഇവിടെ നിന്ന് തന്നെ മെഡിറ്റേറ്റ്. ആളും ബഹളമൊക്കെ ഉണ്ടെങ്കിലും അതൊരു രസമാണ്. എല്ലാവരും എൻജോയ് ചെയ്യല്ലേ, എല്ലാവരും എൻജോയ് ചെയ്യട്ടെ, അതൊരു സന്തോഷം. എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട്, വളരെ നല്ല കാറ്റും, അത് ഈവനിങ് ടൈമും കൂടിയല്ലേ, കടൽ കാറ്റൊക്കെ ആസ്വദിച്ച്. പക്ഷെ നമ്മുടെ ബോട്ട് ഇനി കയറാൻ പോകണം. ഒരുപാട് പരിചയം മീൻസ് എന്നെ അവർക്ക് നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സാണ് കുറേ പേര്. മലയാളികൾ, കുറച്ച് തമിഴ്നാട്ടുകാർ. ഈ ക്യൂ നോക്കി എവിടെ നിന്നിട്ട് വേണം, ഏത് ലെവൽ ക്യൂ. ആ വലിയ ക്യൂവിൻ്റെ ഏറ്റവും അറ്റത്ത് ലാസ്റ്റ് വന്ന് നിൽക്കുകയാണ്. ഇനി ആൾക്കാർ ബാക്കിൽ വരും. അത് കുഴപ്പമില്ല, കടൽക്കാറ്റ് ആസ്വദിച്ച് നിന്ന് നടന്ന് പതുക്കെ പോകാം. അവർ ഇത്ര നമ്പർ ആകുമ്പോഴാണ് ബോട്ടിലേക്ക് കയറ്റുന്നത്. എന്നിട്ട് അവരവിടെ ക്ലോസ് ചെയ്ത് പിന്നെ വീണ്ടും വെയിറ്റ് ചെയ്യും, ബോട്ട് രണ്ടാമത് വരും. മുടിയുടെ കാര്യമൊക്കെ പോക്കാണ് കേട്ടോ. ഈ കടൽക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആകും ഹെയറെല്ലാം. ഇനിയാണ് നമ്മൾ ശരിക്കും കന്യാകുമാരി കാഴ്ച. അപ്പം ഇനി ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും ഇറങ്ങും. അങ്ങനെ അതെ ക്യൂ നീണ്ടു പോകുന്നു. ഞാൻ ബാക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുവാണ്. കുറേ ദൂരമുണ്ട് ക്യൂ. നടന്ന് ഏതാണ്ട് ബോട്ടിൻ്റെ അടുത്ത് എത്താറാകുന്നു. ഒരു ബോട്ട് നിറച്ച ആളായി കഴിഞ്ഞു. ക്യൂവിൽ നിന്നവരെല്ലാം അതിൽ കയറി. സെക്കൻഡ് ബോട്ടിലാണ് ഞങ്ങളെല്ലാം കയറുന്നത്, കുറച്ച് പേര്. എന്നിട്ട് ഈ ബോട്ട്സ് വീണ്ടും വരും, എന്നിട്ട് വീണ്ടും ആൾക്കാരെ കൊണ്ടുപോകും. ഇനി ഇങ്ങോട്ടില്ലല്ലോ, അങ്ങോട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഫൈനലി ഫ്രീഡം. എന്തായിരുന്നു, അയ്യോ, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. പക്ഷേ ഈ ഒരു അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള പോക്ക് ക്യൂ ബഹളം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിവിടെ എത്തി. ഇത് അവിടെ ആ തിരുവള്ളുവർ സ്റ്റാച്യു എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്ലാസിക് മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. എവിടെ നിന്ന് നോക്കിയാലും കാണാം. പണ്ടിവിടെ സുനാമി വന്ന സമയത്ത് ഏതാണ്ട് ആ ഹൈറ്റ് വരെ വേവ്സ് പൊങ്ങി എന്നാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് കാഷ്വാലിറ്റീസ് വന്ന സ്ഥലമാണ് കന്യാകുമാരി, ഈ പ്രദേശമൊക്കെ. എങ്ങനെയാണ് സുനാമി അവിടെ നിന്ന് അടിച്ചു വന്നത്. സോ ബ്യൂട്ടിഫുൾ. നോക്കൂ, നമ്മൾ ഇത്ര നേരം അവിടെ ആയിരുന്നു, അവിടെ നിന്ന് ബോട്ട് മാർഗം ഇവിടെ എത്തി. നല്ലൊരു പ്രൗഡ് ഫീലിംഗ് ആണ് നമ്മൾ അവിടെ പോയിട്ട് വന്ന് കഴിയുമ്പോഴേ. സോ നൈസ്. ദ ബോട്ട് സർവീസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ഒരു 2 പ്രാവശ്യം കൂടെ ബോട്ട്സ് അവിടെ നിന്ന് ആൾക്കാരെ എടുത്താലേ അവിടെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ എത്തുള്ളൂ. ഇനി നടന്നു പോവാം നമ്മുടെ കാറിൻ്റെ ആ ഭാഗത്തേക്ക്. കാർ ഈ ഭാഗത്തേക്കൊന്നും വിടില്ല. പിന്നെ തിരക്ക് കൊണ്ടാണ് ആദ്യമേ ഇവിടെ വന്ന് കയറിയത്. നമ്മൾ നല്ലത് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ദിസ് ബ്യൂട്ടിഫുൾ എന്താ പറയുക, ഗ്ലാസ് ബ്രിഡ്ജ് ആൻഡ് തിരുവള്ളുവർ സ്റ്റാച്യു ആൻഡ് കണക്റ്റിംഗ് വിവേകാനന്ദ മെമ്മോറിയൽ റോക്ക് മെമ്മോറിയൽ. എല്ലാവരും ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന തിരക്കില്ല. ഇതൊക്കെ ഒരു വലിയൊരു എന്താ പറയുക, നമ്മുടെ ആൽബത്തിൽ സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതാണല്ലോ. എന്തായാലും ഒരു മെമ്മറി ആണ് നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ. അതുപോലെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണെങ്കിലും അല്ലാത്ത സ്ഥലങ്ങളാണ്, എവിടെ പോയാലും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, ക്ഷേത്രം കന്യാകുമാരി ദേവിയുടെ. പണ്ട് തൊട്ട് നമ്മുടെ മനസ്സിൽ ഈ ദേവിയും ഇവിടുത്തെ ക്ഷേത്രവും. കന്യാകുമാരി എന്ന് പറഞ്ഞാൽ കന്യാകുമാരി ദേവിയുടെ ഐതിഹ്യ കഥകളും. ഇവിടുത്തെ മണൽ പണ്ട് പറയില്ലേ, മൾട്ടി കളർ മണ്ണാണെന്ന്. കന്യാകുമാരിയിലെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കുറച്ച് ഐതിഹ്യ കഥകളുണ്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്. അങ്ങനെ താഴ്ന്നു വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ്. കരിക്ക് തൊട്ട് തുടങ്ങുന്നു, പലതരം ജ്യൂസ്, കാര്യങ്ങൾ. കരിമ്പിൻ്റെ ജ്യൂസ്, ഞാൻ കരിമ്പിൻ്റെ ജ്യൂസ് പ്രിഫർ ചെയ്തു. അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരും. 30 rupees എനർജി വരുമ്പോൾ. ഇവിടെ എല്ലാം ഒഴിഞ്ഞ് എന്ത് ക്യൂ ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഓടി കയറുമായിരുന്നല്ലോ. 5 മണിയായിരുന്നു, 4 മണിയായിരുന്നു ലാസ്റ്റ് ടൈം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് സൺഡേ ആയതുകൊണ്ട് അവരത് എക്സ്റ്റെൻഡ് ചെയ്ത് 5 മണി വരെ ആക്കിയിട്ടുണ്ട്.
ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. ഈ ലൊക്കേഷൻ വേറെ ഒന്നുമല്ല, ഇതൊരു ഹോട്ടൽസൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇത് മാണിക്യം എന്ന് പറയുന്നൊരു ഹോട്ടലാണ്, ഒരു റെസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയാം. ഓക്കെ, അതിൻ്റെ ഒരു 6ാമത്തെ നിലയിലാണ്. എല്ലാ റൂംസിനും ബാൽക്കണി ഉണ്ട്, ഓൾ AC റൂംസ്, വെരി കൺവീനിയൻറ്റ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 1 hourന് വേണ്ടിയിട്ടാണ് നമ്മൾക്കിത് അറേഞ്ച് ചെയ്തത്. നമ്മളുടെ ഒരു ഫ്രണ്ട് അറേഞ്ച് ചെയ്തതെന്നാണ്, അവരുടെ ഒരു ഫ്രണ്ടാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫോർ 1 hour എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനും ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടി മാത്രം. കാര്യം ഇന്ന് തന്നെ നമ്മൾ തിരിച്ചു പോവാണ് ട്രിവാൻഡ്രത്തേക്ക്. അതേ നോക്കി, ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് വേ ഉണ്ട് സീയിലേക്ക്, കണ്ടോ, ആടിപ്പൊളി. ഇത് ആ ഭാഗത്താണ് വിവേകാനന്ദ റോക്ക്, ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അവിടെയായിട്ട് വരും. ക്ഷേത്രമൊക്കെ ആ സൈഡിലാണ്. അപ്പോൾ ഞാനിവിടെ ഡ്രസ്സ് മാറാനായിട്ട് വന്നതാണ്. ഞാൻ ഫ്രഷായിട്ട് ഡ്രസ്സ് മാറിയിട്ട് പോകാം. അമ്പലത്തിലേക്ക് പോകണം. ക്ഷേത്ര ദർശനമാണ് ആദ്യത്തെ പരിപാടി. കന്യാകുമാരി ദേവിയെ കാണാം. അത്യാവശ്യം നല്ലൊരു റൂമാണ്. നൈസ് ഹോട്ടൽ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞു. ഇവിടെയാണ് ഞാൻ വന്നത്. ഇത് ഹോട്ടൽ മാണിക്യം. ദിസ് ഇസ് ശരത്, പുള്ളിയാണ് ഇതിൻ്റെ മാനേജർ. ഓക്കെ, എല്ലാം നോക്കുന്ന ആൾ, പുള്ളി അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും വളരെ പ്രോക്സിമിറ്റി ടു ദ ടെമ്പിൾ വളരെ തൊട്ടടുത്താണ്. ഇവരുടെ തന്നെ വേറൊരു ഹോട്ടലും ഉണ്ട് അപ്പുറത്ത്, ഹോട്ടൽ മാദിനി. ഇത് ഹോട്ടൽ മാണിക്യം, തൊട്ടടുത്ത്. പിന്നെ അവിടെ ഇങ്ങനെ കടൽപ്പാലം കണ്ടല്ലോ, ഒരു കടൽപ്പാലം നടന്ന് പോകാൻ പറ്റുന്ന ആണ്. അതുവഴി നടന്നു കഴിഞ്ഞാൽ നേരെ ഒരു കടൽപ്പാലം ഉണ്ട്, ബ്യൂട്ടിഫുൾ. ഞാൻ മേളിൽ നിന്ന് കാണിച്ചെന്നില്ല, അതല്ലേ. അപ്പോൾ അതെല്ലാം ആയി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നടക്കുന്നു. ബാഗെല്ലാം പാക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ താമസിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ മാണിക്യം ആൻഡ് മദനി ഹോട്ടൽസാണ്. ഇത് പറഞ്ഞ ടൂറിസ്റ്റ് ഹോം പോലെ, മറ്റത് മദനി ഈസാനത ഹോട്ടൽ. അപ്പോൾ ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. എങ്കിലും 8 മണിക്ക് നട അടയ്ക്കും. അതുകൊണ്ട് ലക്ഷറി ആയിട്ട് പോകുന്നില്ല, ഞാനൊരു ഓട്ടോ പിടിച്ചു ഇവിടെ നിന്ന് പോകും. നമ്മുടെ കാർ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഒരു വളവ് തിരിയുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്തെത്തും. ഒരു ഏരിയ കംപ്ലീറ്റ് ഫുഡ് കോർട്ടാണ്. അത് കുഞ്ഞു കട. ഇവിടെ ഫിഷ് ഫ്രൈ, ഫിഷിൻ്റെ ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ അവിടെ എല്ലാം ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. ഓർഡർ ചെയ്യുന്നു, അപ്പോൾ അവർ ഉണ്ടാക്കി തരും, കഴിക്കാം. അതങ്ങനത്തെ പരിപാടി ഇവിടെയുണ്ട്. എന്ത് ക്രൗഡൊക്കെ ഓരോ കടയുടെ ഫ്രണ്ടിലും. ഇവിടെ ഇഷ്ടംപോലെ ഫാൻസി മറ്റേ ഇങ്ങനത്തെ ശംഖിൻ്റെ ഒക്കെ കാര്യങ്ങൾ, വളാമാല, കമ്മല, അങ്ങനത്തെ എല്ലാം ഒരുപാട് കടകളുണ്ട്. ഫാൻസി സ്റ്റോഴ്സ്, ഡ്രസ്സ്, ടോയ്സ്. ടൂറിസ്റ്റുകളെ ഉന്നമിച്ചിട്ടുള്ള ബിസിനസ് തന്നെയാണ് എല്ലാം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കടകളാണ്. ഒരു സൈഡ് മുഴുവൻ ചെറിയ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ടീ സ്റ്റോൾസ്. ഒരു സൈഡ് മുഴുവൻ കടകൾ. അല്ലാണ്ട് എന്ത് തിരക്കാ. നല്ലൊരു ഷോപ്പിങ്ങിന് സ്കോപ്പുണ്ട്. ചെറിയ കുട്ടി ട്രിങ്ക്ലെറ്റ്സ്, മാല, വള, കമ്മല എല്ലായിട്ടുണ്ട്. നോക്കിയാൽ മുത്തുമാല, ബാഗ്സ്, അല്ലാണ്ട് കാര്യങ്ങൾ, പൂജയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ, അല്ലാണ്ട് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, പിന്നെ മസാല ഐറ്റംസ്, എന്താ പറയുക, പ്രൊവിഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടും. ലോക്കൽ ഡെലിക്കസീസ്, പിന്നെ ഫാൻസി ഡ്രസ്സസൊക്കെ ഉണ്ട്. ഒരുപാട് ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സുകൾ. ആക്ച്വലി ഒരു ടെമ്പിൾ ടൂറിസം നടക്കുന്ന ഒരു സ്ഥലത്തുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെയും നമുക്ക് കാണാം. ഇതിങ്ങനെ റോഡിൽ കൂടി ചുറ്റിയാണ് വന്നത്. നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു വേണമെങ്കിൽ അവിടെ നടക്കാനാണെങ്കിൽ. ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന എക്സ്പീരിയൻസ് ആണ്. ബാഗ് വരെ ഉണ്ട്, വലിയ സൂട്ട് കേസുകളൊക്കെ. നോക്കിയാൽ ഷെൽ പ്രോഡക്റ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എല്ലായിടത്തും ഫിക്സ്ഡ് പ്രൈസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ടെമ്പിൾ പ്രൊമൈസസിൽ എപ്പോഴും കാണുന്ന കാര്യമാണ് പൂവ്. സ്ലൈഡ് ഉണ്ടോ? എന്നാൽ പിന്നെ പൂ വാങ്ങിച്ച് വയ്ക്കാം. ഏതാ വേണ്ട? മുല്ലപ്പൂല്ലേ നല്ലത്? 1 മുഴം മതി കേട്ടോ. ഇവിടെ 1 മുഴം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ തരും. 50 രൂപ. എല്ലാവരും പിന്നും ഇങ്ങനെ സ്ലൈഡൊക്കെ വെച്ചിട്ടുണ്ടാവും. മുല്ലപ്പൂ, ഇങ്ങനെ മുല്ലപ്പൂ എല്ലാം വെച്ച് ക്ഷേത്രത്തിലേക്ക് പോകും. ഞാൻ എങ്ങനെ എപ്പോഴും പൂ വയ്ക്കുന്ന ആളല്ല, പക്ഷേ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ പൂ വയ്ക്കാൻ ഇഷ്ടമാണ്. വേണ്ട, മാല ഒക്കെ ഇങ്ങനെ കൊണ്ട് നടക്കും, മുത്തുമാല. ക്ഷേത്രത്തിലേക്കുള്ള. അപ്പോൾ കന്യാകുമാരി ദേവിയെ കാണാൻ പോകുകയാണ്.
ക്ഷേത്രത്തിനകത്ത് പോയി പ്രാർത്ഥിച്ചു. നമ്മുടെ കുങ്കുമം, ചന്ദനം, പൂവ്, കുങ്കുമം കൂടി. ഇവിടെ പ്രധാനം ആദ്യം നമ്മൾ തൊഴേണ്ടത് കാലഭൈരവി, അത് കഴിഞ്ഞിട്ട് കന്യാകുമാരി അമ്മ ദേവി, കന്യകയാണ് കന്യാകുമാരിയിലെ ഭഗവതി. പിന്നെ അത് കഴിഞ്ഞ് ഗണപതി ഭഗവാൻ ഇങ്ങനെ ചുറ്റി വരണം. നല്ല എന്താ പറയുക, ഒരുപാട് ഐതിഹ്യപരമുള്ള സ്ഥലമാണ്. ദേവിയുടെ മുഖം ഞാൻ അടുത്ത് നിന്ന് എനിക്ക് തൊഴാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇവിടുത്തെ പൂജാരി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമ്പൂതിരിമാരാണ്. തൊഴുതപ്പോൾ എന്താ തിളക്കം, 2 മൂക്കുത്തി ഉണ്ട് കേട്ടോ അമ്മയുടെ മുഖത്ത്. ഭയങ്കരമായിട്ട് ആ ദീപത്തിൻ്റെയൊക്കെ വെട്ടത്തിൽ തിരുനാളം ഒരുപാട് വിളക്ക് കത്ത് വെച്ചിട്ടുണ്ട്, അതിലിങ്ങനെ വെട്ടി തിളങ്ങുന്നു. അതിനെക്കുറിച്ചും കഥയുണ്ട്. ദേവിയുടെ മൂക്കുത്തിയുടെ തിളക്കം കൊണ്ട് ഷിപ്രക്ക് വരെ ഉണ്ടായതല്ലേ പറയുന്നത്. അങ്ങനത്തെ കഥകളുണ്ട്. ഓക്കെ, ഇനി ഇതിനെ ചുറ്റി ഒന്ന് പോകാം, അമ്പലത്തിൻ്റെ ചുറ്റി. കന്യാകുമാരി ദേവി കന്യകയാണല്ലോ. അതെ, എന്ത് സുന്ദരിയായ ദേവിയാന്ന് നോക്കിയാൽ. ഇതാണ് ഇവിടുത്തെ കട. ഇവിടെ എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ തൊട്ട് വെളിയിൽ തന്നെ കുറേ കടകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണമെങ്കിൽ വാങ്ങാം. പിന്നെ ഇവിടെ കുറേ രുദ്രാക്ഷത്തിൻ്റെ കുറേ കാര്യങ്ങൾ, സ്റ്റോൺസ്. ഇതൊക്കെ നോക്കിയേ, കഥകളിക്കത് കാറിലൊക്കെ തൂക്കിയിടുന്ന കാര്യം. ദേവി ഇതിങ്ങനെ പോയി നോക്കുമ്പോൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ലൈറ്റപ്പ് ചെയ്ത് കാണാൻ പറ്റും. ഇത് ക്ഷേത്ര മതിൽ കണ്ടോ? ഇത് നേരെ നോക്കൂ, കടലിനോട് ചേർന്നാണ് ഇരിക്കുന്നത് കേട്ടോ. ദേവി ഇരിക്കുന്ന ആ ശ്രീകോവിലിൻ്റെ ഇപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് കടലാണ്. ഇതാണ് പ്രധാന മതിലാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെ ബോട്ടിൽ പോയപ്പോൾ കണ്ടില്ലേ, ഈ മതിൽക്കെട്ടെല്ലാം കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഹാ, തിരയടിച്ച് കയറി നോക്കിയാൽ ചുറ്റോട് ചുറ്റും ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൽ നിന്നാണ് ഞാനിതൊക്കെ കാണുന്നത്. അത് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രം കടൽക്കരയിലാണ്, കടലിനോട് ചേർന്ന പ്രദേശം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ സൈഡിൽ പള്ളി, 2 പള്ളിയുണ്ട്, 2 ക്രിസ്ത്യൻ ചേർച്ചസ്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കണം. രാത്രിത്തെ ലൈറ്റിലൊക്കെ എന്താ ഭംഗി. പകൽ വെളിച്ചത്തിൽ നല്ല ഭംഗിയാണ്, വൈറ്റ് കളറായതുകൊണ്ട്. ആ തത്ത കൊള്ളാലോ. എന്താ ഭാഗ്യം. ആസ് യൂഷ്വൽ തത്ത ജ്യോത്സ്യം. ഓ, ലക്ഷ്മി. നമ്മൾ നേരെ ദേവിയുടെ ക്ഷേത്രത്തിന് ജസ്റ്റ് വെളിയിലിരിക്കുകയാണ്. അയ്യോ, ഭാഗ്യമുണ്ടെന്നാണ് പറയുന്നത്. ഭാഗ്യമുണ്ട്. 3 குணம் 32 புத்தி. ஆஹா, ஒரு குணம் வந்து அன்பாயிட்டு பேசும், ஒரு குணம் வந்தால் காளி போல ஆடும். ஆனால் படந்த முகம் ஏர் நிறுத்தி நீங்கள் ஆணாக ஜனிச்சிருந்தீங்களே நாட்டுக்கு மந்திரியாகும். ஆனா பெண்ணாக ஜனிச்சதை கொண்டு வீட்டுக்கு மந்திரி மகாலட்சுமி. ஆனால் யாரிடத்துலையும் பயப்படாது, யாரையும் பயப்படல. நேர்மையான ஆள். ஓகே, உள்ளதில் ஒன்று வச்சு வெளியே ஒன்று பறைய தெரியாது, ஓப்பன் ஆகிட்டு பேசும். அதை ஒன்று வாயாடி கோபக்காரின்னு அடுத்த ஆൾക്കാർ പറയും. ஆனால் നിങ്ങൾ അത് பெருசாக எடுக்காது. இந்த காதில் வாங்கி இந்த காதில் விட்டு. அது சரி, கரெக்ட். அது கொள்ளலாம், குட். ஆனால் ആയുസ് ഒരുപാട് ഉണ്ട്. ആയുസ് ഒരുപാടുണ്ടോ? 84 വയസ്സ് വരെയും ആയുസ്. എൻ്റെ അമ്മ 84 വയസ്സ് വരെയോ? 84 വയസ്സ് വരെയും ആയുണ്ട്. ஆனால் இருதயம் தைரியம் உள்ள ஆள், தன்னம்பிக்கை உள்ள ஆள். ஆனால் வந்து இப்போ இருதயத்தில் குழப்பம். என்ன 4 நட்சத்திரம்? ചതയം. നല്ല ധൈര്യശാലി അതാ പറഞ്ഞത്. സതിയ പിടിവാദ ഗുണമുള്ളത്. പിടിവാദ ഗുണം മീൻസ് പിടിവാശിയാ? പിടിവാശി ഉണ്ടോ? നേർമയാണ് വിഷയத்துக்கு தான் நிக்கும். நல்ல കാര്യങ്ങൾക്ക് நிக்கும் விடாது, கெட்ட காரியத்தை விட்டுரும். ஓகே, புரியுதா? ஆனா வந்து நல்ல ஜாலியா இருக்கணும் ஆசை. എപ്പോഴും ജോളിയായിട്ടിരിക്കണം, ஜாலியா இருக்கணும், ஜாலி டைப். ഓക്കെ, ഇരുന്നെങ്കിൽ யாருக்கும் கொடுக்கும், ഉണ്ടെങ്കിൽ കൊടുക്കും, இல்லன்னா யாருக்கும் இல்லன்னு പറയാது. இல்லாம இருந்தாலும் அடுத்த ஆட்கிட்ட வாங்கி அடுத்த ஆட்களுக்கு தர்மம் தானம் எல்லாம் பண்ணும். ஆனா நல்ல மேக்கப் போடும், நல்லா சாப்பிடும், நல்லா அன்பா இருக்கும், யாரையும் வெறுக்காது, எல்லாரு மேலேயும் பாசம் வைக்கும். ஆனால் நீங்கள் வைக்கக்கூடிய பாசத்தை அடுத்தவங்க
நினைக்க மாட்டாங்க. മനസ്സിലാവില്ല അല്ലേ? നിങ്ങൾ അടുത്ത ആൾക്കാർ മേലെ നല്ല പാസങ്ങൾ വെക്കും. അടുത്ത ആൾക്കാർ നിങ്ങളുടെ വാങ്ങി തിങ്ങി തെറ്റിന്നാ ഉങ്ങളെ പറ്റി പേസും. ഓ നമ്മുടെ വാങ്ങിച്ചിട്ട് നമ്മളെ കുറിച്ച് കുറ്റം പറയോ? ഓക്കെ. ஆனா அதை நீங்க பெருசா நினைக்க. പക്ഷെ ഞാനത് വലിയ കാര്യമാക്കില്ല അല്ലേ? കോടീശ്വരിയാ? അയ്യോ புரியுதா? ஏன் தெரியுமா? கும்பராசி, கும்பராசி, சதய நட்சத்திரம். ஆண் தன்மை உள்ளவங்க. ஆண் தன்மை. ஆண் தன்மைனா ஆம்பளை மாதிரி பேசும். ஆம்பளை மாதிரி பேசுவேன். ஆம்பளை மாதிரி பேசுவீங்க, கரெக்டா இருப்பீங்க எல்லா விஷயத்துலயும். உங்களுக்கு கெட்ட நேரம் முடிஞ்சிருச்சு. முடிஞ்சா? சீத்த சமயம் மாறி. ஓகே. இப்போ நல்ல சமயம். இப்போ 2 கொள்ள மோசமான சமயம் இருந்துச்சு. ஆனா அது கொண்டு கொஞ்சம் கஷ்டம் அடிச்சு. இப்போ நல்ல காலம். பைசாக்கள் போச்சு. நம்பிக்கை துறவம், ஏமாற்றம், கண்ணீர், கவலை எல்லாம் அணிவிச்சு முடிச்சிருச்சு. ஆனால் வள்ளிய குடும்பத்தில் பிறந்துச்சு. வள்ளிய உங்கள் குடும்பத்தில் பெரிய குடும்பத்தில் தான் பிறந்துச்சு. ஆனால் சின்ன குடும்பத்தில் தான் வாழும். ஆனால் பெரிய குடும்பமாக வள்ளிய குடும்பங்களாக தேவி சப்போர்ட். உள்ளத்தில் சில காரியங்கள் உண்டு, முயற்சிகள் உண்டு. அது நடக்குமா, நல்லதா கெட்டதான்னு தான் ஜோதிச்சிச்சு. ஒரு ஜீவனை கொண்டு எதிர்பார்த்துக்கிட்டு இருக்கு. பைசா, பணம், தலைவி ஸ்ட்ராங்கான இடத்துக்கு போவோம். ஸ்ட்ராங்கான இடத்துக்கு போகுமா? உயரத்துக்கு போவோம். இனி உயரத்துக்கு போவோம். ஐயோ என்னமே. அட கும்பம் வந்து கோபுரத்துல தான் இருக்கும், பாத்துருக்கா? கும்பம் எப்படி இருக்கு? கும்பம் கோபுர கலசம் கோபுரத்துக்கு மேல தான் இருக்கும். கோபுரத்தின் முள்ள தான் இருக்கு. அத உயர்ச்சியில வரும். அது போல உயரத்துக்கு அண்ணா ஆட உண்ண உணவு உடுக்கோட மக்கள் மன ராசி எல்லாமே. ஓகே, சந்தோஷம். ஓபன் டைப். ஓபன் டைப். ஓகே, சந்தோஷம். நீங்க பேசுறது யாருக்கும் பிடிக்காது. புரியுதா? ஓபன் ஆயிட்ட வரதுண்டா. தப்பு செஞ்சா உங்களுக்கு பிடிக்காது. உள்ளத்துல மறைச்சு வச்சு அவங்களுக்கு சுயநலமா ஜாதகமா பேசாது. கரெக்டா இருக்கும். മനസ്സിലൊന്നും വെളിയിലൊന്നും അല്ല. മനസ്സിലൊന്നും വെളിയില ഒന്നും പറയ தெரியாது. അറിയില്ല. അറിയാது. ரெண்டாவது அது உனக்கு தெரியவும் தெரியாது. அது எனக்கு அறியல. அறியல. ஓபன் ஆயிட்டு பேசும். அது கொண்டு சிலர் பிடிக்காது. ஓகே. ஆனா அதை நீங்க பெருசா நினைக்காது. இப்படி வாங்கி இப்படி நான் நேர்மையா இருப்பேன். எனக்கு பிடிச்சிருந்தா எல்லாம் சரி. தேவி சகாயம் உண்டு. கெட்ட சமயம் மாறிடுச்சு. சமயம் நல்லா இருக்கு. ஆபத்து அபகடம் கெண்டம் கிரகம் தோஷம் இல்லை. தொழில் வியாபாரம் பிசினஸ்ல பணம் வரப்போகுது. கோடீஸ்வரி ஆகும். வீடு வாசம் மண்ணு மன எல்லாத்தையும் சந்தோஷம். கோடிகளൊന്നും വേണ്ട. അതിനൊക്കെ പോയാൽ മതി. மன நிம்மதி நிறைய வரும். திருஷ்டி இருக்கு. മനസ്സ് மன நிம்மதி கிடையாது. எல்லாம் இருக்கு. கொஞ்சம் எதிர்காலம் ஜீவிதத்தை நினைச்சு மனக்குழப்பம், பயம், பேடி, ஜீவிதம் எதிர்காலத்துக்கு பேடி. எதிர்காலம் மீன்ஸ் வாட்? எதிர்காலம் பைசா, பணம், வீடு, வாழ்க்கை, எதிர்காலத்தை நினைச்சு பயம் இருந்தாலும் அது கிடைக்கும். அது வந்து நல்ல சமயங்களாக வரப்போகுது. പേരെന്തുവാ? ലക്ഷ്മി. നമ്മുടെ തത്തമ്മ വെളിയിലെടുത്താലോ? തത്തമ്മ വെളിയിൽ. തത്തമ്മ വന്നൊരു കാർഡ് എടുക്കട്ടെ. പാവം തത്തമ്മ. വിളിക്കുന്നു. ലക്ഷ്മിക്ക് എടുമ മീനാക്ഷി. മീനാക്ഷി എന്നാ പേര് തത്തമ്മയുടെ. ഓ എന്ത് ട്രെയിനിലാന്ന് നോക്കിയാൽ പാവം. പറയുമ്പോൾ മാത്രം പുറത്ത് വരും. എനിക്കുള്ള കാർഡ് എടുത്ത് തരാൻ പോവാണേ. എനിക്കിഷ്ടമാണ് ഈ പക്ഷിശാസ്ത്രമൊക്കെ. കുറേ കാലമായി ചെയ്തിട്ട്. മീനാക്ഷി தத்தம்மா நல்ல சத்தியமாயிட்டு போற. லட்சுமிக்கு ஆபத்து அபகடம் தீருதா, மாறுதா, மறையுதா? ദയ കൊണ്ടുവരുന്നു എൻ്റെ കാർഡ്. ലക്ഷ്മിക്ക് நல்லா இருக்கா? മീനാക്ഷി. അയ്യോ പാവല്ലേ. நல்லா இருக்கானா? குருவாயூரப்பன். குருவாயூரப்பன். ஓகே. எங்க நாட்டுல குருவாயூரப்பன் பரையுதில்ல. நம்ம திருப்பதி பாலாஜின்னு பரையும். ஓகே. தெய்வம் எல்லாம் ஒன்று. தெய்வத்தின் சகாயம் உண்டு. അതെ. ആൾക്കാർ സപ്പോർട്ട് ഇല്ലെങ്കിലാണ് ദൈവ സപ്പോർട്ട് ഒരുപാട്. ഓ തിരുപ്പതി ഭഗവാനോ എടുത്തത്? തിരുപ്പതി ബാലാജി. അപ്പോൾ ഭയങ്കര ഐശ്വര്യമാണ്. ബാക്കിയുള്ള ആളാണ്. யாரையும் பற்றிக்காது தெറ്റിக்காது பாசக்கார ஆள். தர்மத்தின் தலைவி. எல்லாரையும் வாழணும், நம்மளும் வாழணும். இது ஆனால் இருக்கக்கூடிய இடத்துல திருஷ்டி கண்கட்டு நிறைய இருக்கு. அதனால கொஞ்சம் பார்த்து ദൃഷ്ടിയൊക്കെ ഉണ്ടല്ലേ? കൺകെട്ട് ദൃഷ്ടി. കൺകെട്ട്. നിങ്ങൾ நல்லா இருக்குது யாருக்கும் பிடிக்கல கொஞ்சம் போறாங்க. ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ இருந்தால் ஒரு பேச்சு, நீங்க இல்லைன்னா ஒரு பேச்சு. பொறாம உண்டு, அது மாறும். ஆனா നിങ്ങൾക്ക് ദേവി സഹായം ഉള്ള ധൈര്യം ഉള്ള ആള്, തന്നம்பிக்கை ഉള്ള ധൈര്യമുള്ള ആള്, ദേവിയുടെ സഹായം സമയത്ത് മാറി. ചെറിയ വയസ്സ് മുതൽ കൊണ്ട് ദേവി കൂടെ ഉണ്ട്. ഓക്കെ, സന്തോഷം. ദേവി കൂടെയേ ഉണ്ട്. ചെറിയ വയസ്സ് മുതൽ കൊണ്ട് കുഞ്ഞിലേ തൊട്ട് നിങ്ങൾ മരിக்கிற காலம் வரலும் தேவி உங்களை விடாது. தேவி ஆபத்து அபகடம் எல்லாத்தையும் மாற்றி மறிச்சு தரும், ரட்சப்படும். குழப்பங்கள் எல்லாமே தீரும், மாறும். நல்ல வாக்குകളൊക്കെയാണ് കേൾക്കുന്നത്. நல்லா இருக்கு உங்களுக்கு சமயம். நல்ல சமயம். சனி தோஷம் உண்டு 2 வருஷம். பர்த்தா இருக்கா? பர்த்தாவோட பேச்சை கேட்க. பர்த்தா வாழ்க்கை குடும்பத்தில் பிரச்சனை உண்டு. நிதானமாக பொறுமை வேணும். அவசரப்பட்டீங்கன்னா உடைவு, குடும்பத்தில் பிரச்சனை, பிரிவினை, கணவன் மனைவிக்குள்ள பிரச்சனைகள், பர்த்தாவோட காரியங்களை சொல்லு. ஓகே.
ശരി തന്നെ മതി സത്യം തന്നെ വേറെ ഒന്നും കുഴപ്പമില്ലല്ലോ വേറെ ഡൗട്ട് ഉണ്ടോ ഒന്നുമില്ല சூப்பர் ஆயிட்டு ஓகே தேங்க் யூ கும்ப ராசிக்கு சனி திருந்துச்சு உங்க ராசியில தான் இருந்தாரு சனி ஓகே புரியுதா அம்மா മനസ്സിലായി നിങ്ങളുടെ രാശി ഘട്ടത്തിലെല്ലാം ശനി ഭഗവാൻ ഇരുந்துச்சு ഇപ്പൊ മാറി മീനத்துக்கு പോയാச்சு ഓക്കെ അതുകൊണ്ട് ഇപ്പൊ നല്ല സമയം പൈസ ഒരു വർഷത്തിലെ കുറെ പണം அரசியல் சினிமா நாடகம் பெரிய பெரிய இடத்துல இருந்தாலும் பெரிய இடத்துக்கு போயிருங்க ஓகே எதுல இருந்தாலும் சரி சின்ன பதவியா இருந்தீங்கன்னா பெரிய பதவி ஓகே அரசியல்ல இருந்தீங்கன்னு கேட்டா சின்ன பதவியா இருந்தா தலைவி பதவி புரியுதா தேடி ஓடி கொடுப்பாங்க பதவி பட்டம் புகழ் எல்லாமே கும்பராசிக்காரங்களை தேடி வரும் ஆனா ஆரம்பத்துல கஷ்டப்படுவீங்க சிறிய வயசா இருக்கும்போது துன்பப்பட்டாலும் பெரிய வள்ளிய வயசுல கோடீஸ்வரி ஆயிட்டு எல்லாத்துக்குமே வந்து சேரும் ഓക്കെ ശരി താങ്ക് യു സന്തോഷமா ഓക്കെ അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് കുറേ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു സന്തോഷം തോന്നില്ല. നമുക്ക് നല്ല കാലം വരുന്നു, നല്ല കാലം തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ദൈവാനുഗ്രഹം ഉണ്ടെന്ന് കേട്ടതാണ് ഏറ്റവും സന്തോഷം. ദേവി കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് വളരെ ഹാപ്പിയായി. തത്തമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് മുന്നേ ഞാൻ തഞ്ചാവൂർ പോയപ്പോഴാണ് പക്ഷിശാസ്ത്രം ആദ്യം ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം തഞ്ചാവൂർ അതൊന്നും നടന്നില്ല. അതുകൊണ്ടായിരിക്കാം ദേവിയുടെ അവിടെ വന്നപ്പോൾ കന്യാകുമാരി ദേവിയുടെ ഫ്രണ്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെയെല്ലാം എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലെ മതിൽക്കെട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കാം. അപ്പുറത്തെ കടൽ, ഇവിടെ ക്ഷേത്രത്തിൻ്റെ മതിൽ, ഇതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് കന്യാകുമാരി ദേവിയുടെ സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിക്ചേഴ്സ്, ഫോട്ടോഗ്രാഫ്സിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ യങ് ആയിട്ടുള്ളൊരു ഫിഗറാണ് മൊത്തത്തിൽ യങ് ലുക്കി. ക്ഷേത്രത്തിൻ്റെ ഒരു ചുറ്റും ഇങ്ങനെ നടന്ന് ഒരു ഹാഫ് ചുറ്റി കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല കേട്ടോ. ഇങ്ങനെ നടക്കാൻ തോന്നുന്നു, ഇവിടെ ഇരിക്കാൻ തോന്നുന്നു. ഇവിടെ 8:15 വരെയാണ് നട തുറന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നട അടയ്ക്കും. ഗ്ലാസ് ബ്രിഡ്ജ്, തിരുവള്ളുവർ സ്റ്റാച്ചു, അത് കാണാനുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അയ്യോ എന്താ ഇത് മെജസ്റ്റിക്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാണാൻ വേണ്ടി. ഒന്ന് എടുക്കോ ഒരെണ്ണം? എനിക്ക് എത്ര വാങ്ങിച്ചാലും മതിയാവില്ലല്ലോ കുഞ്ഞു കുഞ്ഞു ടോയ്സ്. ആ ഇത് കൊള്ളാം, ഫ്രൂട്ട്സ്. പിങ്ക്. ഇതിങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ പൊങ്ങും അല്ലേ? ഇതേ നോക്ക്, ചെവി പോകും. വാ അടിപൊളി. 150. ഓക്കെ. പിന്നെ പൊടിമോൾക്ക് വീണ്ടും ഒരു കാര്യം മേടിച്ചു. ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ഇതിങ്ങനത്തെ നമ്മുടെ ടെമ്പിൾ വീട്ടിലെ പൂജ മുറിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക്, പിന്നെ അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളാണെങ്കിലൊക്കെ ഇവിടെ വാങ്ങാം. എത്ര സാരി കടകളാണ് ഇതൊക്കെ. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സാരി ഷോപ്സാണ് കേട്ടോ. ശംഖിൻ്റെ കേർട്ടൻസ്, പിന്നെ ഇങ്ങനെ തൂക്കിയിടുന്ന കാര്യങ്ങൾ, പിന്നെ മാലകൾ. ഒരുപാട് സ്റ്റോൺസിൻ്റെ മാലകളൊക്കെ ഉണ്ട് ഇവിടെ. ഡിഫറെൻറ്റ് വെറൈറ്റി കളേഴ്സ്, പ്ലെയിൻ, മൾട്ടി കളേഴ്സ്, ബ്യൂട്ടിഫുള്ളാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് വാങ്ങിക്കുന്നില്ല. കാര്യം ഇതുപോലെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നു, ഒരുപാട് ക്ഷേത്ര നഗരികളിൽ പോകണു, അപ്പോൾ ഒക്കെ വാങ്ങിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉണ്ട്. ഇവിടെ ഒരു ഹോട്ടൽ ശരവണയുണ്ട്, ഒതൻറ്റിക് വെജിറ്റേറിയൻ. ആൾക്കാർ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഒരു ഡിന്നർ കഴിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി തന്നെ ഞാൻ തിരിച്ചു പോകും കേട്ടോ, നമ്മുടെ കുടുംബങ്ങളുടെ അടുത്തേക്ക്. ജസ്റ്റ് ഫോർ 2 ഡേയ്സാണ് വന്നത്. ഇന്നലെ വന്നു, ഇന്ന് രാത്രി. ഒരു നൈറ്റേ ഞാൻ മാറി നിന്നിട്ടുള്ളൂ, 2 പകലും. രാത്രി തിരിച്ചെത്തും. നല്ല ഒരു റെസ്റ്റോറൻറ്റ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് വെരി കളർഫുൾ. ഹോട്ടൽ ശരവണ, തമിഴ്നാട്. ഒത്തിരി സ്ഥലമുണ്ട്, ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സാരിക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ സാരി വാങ്ങിച്ചത് നിങ്ങളെന്നെ കൊല്ലും.
ആവശ്യത്തിൽ കൂടുതൽ മേടിച്ചു കഴിഞ്ഞു. ഇത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് പെട്ടെന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്നും കർണാടകയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരില്ലേ, അപ്പോൾ അവർക്ക് എല്ലായിടത്തും പോകേണ്ട ആവശ്യമില്ല. ഏതൊരു ടൂറിസ്റ്റ് ടെമ്പിൾ ടൂറിസം നഗരത്തിൽ പോയാലും ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം ഉണ്ടാവും. കുറേ ക്യൂറിയോ ഐറ്റംസ്. തവി ഓക്കെയാണ്, തടിയുടെ അതൊന്ന് വാങ്ങിച്ചാൽ ഓക്കെ വാങ്ങിക്കാം, അതൊക്കെ നമുക്ക് യൂസുള്ള കാര്യമാണ്. എന്നെ വില 30 രൂപ. 30 രൂപ കൊള്ളാം, കുഴപ്പമില്ല. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതായിരുന്നു. റോളിങ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ പത്ത് ഇതൊക്കെ നല്ല യൂസ്ഫുൾ കാര്യങ്ങളാണ്. കുറേ സാധനങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇതെല്ലാം മറ്റേ സാമ്പ്രാണി ഹോൾഡർ. ഇതെന്ത് വില? 120. അപ്പോൾ ഇത് 60 രൂപ. ഇത് കുറച്ചുകൂടെ ചിരട്ട. ഓക്കെ, ഇത് വരണം വാങ്ങിച്ച്, ഇത് മതി. ഇതാകുമ്പോൾ നമ്മുടെ സാമ്പ്രാണിയുടെ പൊടിയെല്ലാം ഇതിനകത്ത് തന്നെ കിടക്കും. നൈസ്. ഇതെടുക്കാം കേട്ടോ, ആ ചട്ടുകത്തിൻ്റെ കൂടെ വെച്ചോളൂ. മസാല കട ലക്ഷ്മി, എൻ്റെ പേരിലാണ് കേട്ടോ, പക്ഷേ ലക്ഷ്മിയാണ്, ലക്ഷ്മിയല്ല. മസാല കട, എല്ലാ സ്പൈസസ്. അത് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടണം, അത്രേ ഉള്ളൂ. അതിനനുസരിച്ച് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നടന്ന് തളർന്നു. എന്തെങ്കിലും കുടിക്കണം, എന്തെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ കഴിക്കാം. ലസ്സി കിങ്ഡം എന്ന് പറഞ്ഞ കടയിലാണ് കയറിയിരിക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ എല്ലാം വെജാണ്, പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? മാഗി വെച്ചിട്ട് മാഗി ഉണ്ടാക്കി തരും. സാൻഡ്വിച്ചസ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്, മോമോസ്, നഗറ്റ്സ്. അപ്പോൾ വെജിറ്റേറിയൻ നഗറ്റ്സ്. വാവ്. പിന്നെ കുടിക്കാനൊക്കെ എന്താ ഉള്ളത്? ലസ്സി ഉണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട്, പിന്നെ ഫെലൂഡ ഉണ്ട്, ഇഞ്ചി ചായ ഉണ്ട്, ജിഞ്ചർ ടീ. ആദ്യം ഒരു ജിഞ്ചർ ടീന്ന് തുടങ്ങാം. ഞാനേ ചായ പറഞ്ഞെങ്കിലും ജിഞ്ചർ ചായ പറഞ്ഞു, പാലൊഴിച്ച ചായയാണ്, അതെനിക്ക് പറ്റില്ല. ഞാൻ കട്ടനിൽ ജിഞ്ചർ ടീ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ഐഡിയ മാറി. ഇത് ലെമൺ സോഡ, സോൾട്ട് ആൻഡ് സ്വീറ്റ്, പിന്നെ മാഗിയും പറഞ്ഞു. മാഗി ആണെങ്കിൽ സേഫ് ആണല്ലോ. മാഗി ഇതെന്ത് റിഫ്രഷിംഗ് ആണെന്ന് അറിയാം. ഒരുപാട് വെള്ളം കുടിച്ചു. കരിമ്പിൻ്റെ ജ്യൂസ് കുടിച്ചു, മൂസമ്പി ജ്യൂസ് കുടിച്ചു. ഇപ്പോൾ ലെമൺ സോഡ. ഇതെന്ന് പറഞ്ഞ ഗുണമെന്ന് വെച്ചാൽ സ്വീറ്റ് ആൻഡ് സോൾട്ട് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഗുണമാണ്. ഒത്തിരി വേർത്തല്ലോ, അതെല്ലാം നമുക്ക് റിപ്ലനിഷ് ചെയ്ത് കിട്ടും. വെരി നൈസ്. ഇവിടെ മോമോസ് ഉണ്ട്, നഗറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ സാധനമുണ്ട്. പാസ്താസ് ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ നല്ല കളർഫുൾ, അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഗ്ലാമർ ഉള്ളൊരു കട ഇവിടെ. ബാക്കി കുറേ ഈ വറുവല്ല ഐറ്റംസ്, സ്നാക്സ്, ദിസ് ഇസ് നൈസ്. ഇവിടെ മോക്ടെയിൽസ് ഉണ്ട്, പിന്നെ ഷേക്സ് ഒക്കെ ഉണ്ട്. പിന്നെ മാഗിയും കൂടെ വരട്ടെ. സോ മാഗി എത്തിക്കഴിഞ്ഞു. മാഗിക്കകത്ത് സ്പൂൺ നോക്കിയാൽ ഡിസ്പോസിബിൾ സ്പൂൺ. ഇവിടെ കംപ്ലീറ്റ് മാഗിയുടെ പരസ്യമാണ്. വെജിറ്റബിൾ മാഗി ഉണ്ട്, പ്ലെയിൻ മാഗി. ഇത് പ്ലെയിൻ. കുട്ടികൾക്കൊക്കെ ഇവിടെ ഇപ്പോൾ ആൾക്കാർ വന്നു കഴിഞ്ഞു. ഇവിടെ ഞാൻ വരുമ്പോൾ അധികം ആരുമില്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് ആൾക്കാർ. കുട്ടികൾക്ക് ഏത് സ്ഥലത്ത് കൊണ്ടുപോയാലും മാഗി ഇത് അവർക്ക് ഇഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഉത്തരാഖണ്ഡിൽ പോയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേദാർനാഥ് യാത്രയിൽ ആ ഉത്തരാഖണ്ഡ് മേഖലയിലെല്ലാം തന്നെ ചെറിയ ചെറിയ കടകൾ ഓൺ ദ വേ എല്ലാം നമുക്ക് മാഗിയുടെ കിട്ടും. മാഗി, ബ്രെഡ് ഓംലെറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഏറ്റവും സേഫ് ഫുഡാണ് യാത്ര ചെയ്യുമ്പോൾ. ഇന്ന് നല്ല സംഭവബഹുലമായ ദിവസം. ഇപ്പോൾ 2 ദിവസം കൂടെയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. 6 വീഡിയോസ് നമ്മൾ തീർത്തിട്ടുണ്ട്. ദാറ്റ് ഇവിടെ കന്യാകുമാരി വന്നതും ഹറിബറി ആയിരുന്നെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും വേർത്ത് ഇങ്ങനെ ചായ. അപ്പോൾ ഈ വീഡിയോയിൽ അതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ മാഗി ഇത് കഴിക്കുന്നു. പിന്നെ AB സമോസാസ് ഉണ്ട് ഇവിടെ, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെജിറ്റബിൾ സമോസ. അത് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ. അങ്ങനെ മാഗി കഴിച്ച് ഇനി അടുത്തെന്താ പറയുക, ഇത് ഇവിടുത്തെ മിനി സമോസാസ്. നല്ല ക്രിസ്പി വെജാണേ. നൈസ്. എല്ലാം കൊള്ളാം.
സമൂസ. കുറച്ച് ഫില്ലിംഗ് ആയിട്ട് ഭയങ്കര ക്രിസ്പി അടിപൊളി. എൻ്റെ രണ്ടാമത്തെ ലെമൺ സോഡ ഭയങ്കര ഡിഷായി. ഒരു സ്വീറ്റ് ആൻഡ് സോൾട്ട്. ഈ കന്യാകുമാരി ഈ പരിസരത്ത് വന്നിട്ട് ഒരുപാട് കടകളുണ്ട്. അതിൽ നിന്ന് ഒരു ഡിഫറൻ്റായിട്ട് കണ്ടൊരു കടയാണിത്. പക്ഷേ കൊള്ളാം, ഒരു വ്യത്യസ്തമായ സാൻഡ്വിച്ചസ്, പിന്നെ മോമോസ്, എല്ലാം അവരുടെ എല്ലാ കാര്യങ്ങളും കൊള്ളാം കേട്ടോ. കുറച്ച് യങ്സ്റ്റേഴ്സ്, കുറച്ച് കുട്ടികൾ, അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ ഇഷ്ടമാവുക. എനിക്കിപ്പോൾ എന്തായാലും ഇത് വളരെ ലൈറ്റായിട്ടൊരു 2 ലൈം സോഡയൊക്കെ കുടിച്ച് സെറ്റായിരിക്കും. അപ്പോൾ ഇനി തിരിച്ചു പോകുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. കന്യാകുമാരിയിൽ എല്ലാവരും വരുന്നതാണ്, വരാത്തവർ ഇനിയും വരിക. ഓക്കെ, ദേവിയുടെ ഭംഗി എനിക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല. എന്ത് നല്ല ക്ഷേത്രം. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. അതുവരെ